السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു അവന്റെ റഹ്മത്ത് നമ്മിലേക്ക് സദാ വർഷിപ്പിക്കുമാറാവട്ടെ. ആ റഹ്മത്ത് കൊണ്ട് ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ ദുൽഖർനൈനിയുടെ നീണ്ട യാത്രകളും ആ യാത്രയുടെ ഗുണഫലങ്ങളുമാണ് നാം പറഞ്ഞു നിർത്തിയത്. യജൂജ് മൗജൂജിനെ അപ്പുറത്തേക്ക് മാറ്റി അവരുടെ സമീപ പ്രദേശത്തുള്ളവർക്ക് ഇവരിൽ നിന്ന് യാതൊരു ശല്യവുമില്ലാത്ത രൂപത്തിൽ വളരെ കെട്ടുറപ്പോടുകൂടെ ഒരു അത്ഭുതകരമായ മതില് ഉണ്ടാക്കി നൽകിക്കൊണ്ട് അവരുടെ കാര്യം പരിഹരിച്ചു. അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. അതിന്റെ ബാക്കി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാഅ വകാന വഅദു റബ്ബി ഹഖ്ഖാ. ഖാല, ഈ മതിലിന്റെ നിർമ്മാണമെല്ലാം പരിപൂർണമായതിനു ശേഷം ദുൽഖർനൈനി എന്ന മഹാൻ പറഞ്ഞു, ഹാദ, ഈ കാണപ്പെടുന്ന ഈ മതിൽ റഹ്മത്തും മിർ റബ്ബി, എന്റെ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള കാരുണ്യമാകുന്നു. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാനുള്ള കഴിവ്, അതിനുള്ള പ്രാപ്തി ശേഷി, അതിന്റെ സൗകര്യങ്ങളൊക്കെ അള്ളാഹു എനിക്ക് നൽകിയപ്പോൾ അതങ്ങോട്ട് ഉണ്ടായി. അള്ളാഹു ചെയ്ത റഹ്മത്താകുന്നു, അവനിൽ നിന്നുള്ള കാരുണ്യമാകുന്നു. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഫഇദാ ജാഅ വഅദു റബ്ബി, എന്റെ റബ്ബിന്റെ കരാറുണ്ട്, ഖിയാമത്ത് നാളെന്നൊരു കരാർ. ആ കരാർ വന്നു കഴിഞ്ഞാൽ ജഅലഹു, അള്ളാഹു ഈ മതിലിനെ ആക്കും, ദക്ക, അതിനെ തകിട് പൊടിയാക്കും. ഖിയാമത്ത് നാൾ വരുന്ന സമയത്ത് ഈ മതിലൊക്കെ ഇവിടെ നിന്ന് നീങ്ങും. യജൂജ് മൗജൂജിന് പ്രവേശനം നൽകപ്പെടുന്ന ദിവസമാണത്. ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽ യജൂജ് മൗജൂജ് പുറപ്പെടൽ എന്നൊരു അടയാളം കാണാം. അന്നാളിൽ ഈ മതിലൊക്കെ ഇവിടെ നിന്ന് നീങ്ങും, ഇതൊക്കെ തകർന്ന് തരിപ്പണമാകും. വകാന വഅദു റബ്ബി, എന്റെ റബ്ബിന്റെ കരാറായിരിക്കുന്നു, ഹക്കൻ, അത് പാലിക്കാനുള്ളതായിരിക്കുന്നു, യാഥാർത്ഥ്യമാകുന്നു. അതിവിടെ നടക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ആ ഖളാഇനെ തടുക്കാൻ നമ്മുടെ ഈ വൻമതിലിനും സാധ്യമല്ല. ദുൽഖർനൈനി അതിന്റെ അവസാനം വരെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. وَتَرَكْنَا بَعْضَهُمْ يَوْمَئِذٍ يَمُوجُ فِي بَعْضٍ وَنُفِخَ فِي الصُّورِ فَجَمَعْنَاهُمْ جَمْعًا. അങ്ങനെ ഖിയാമത്ത് നാൾ വന്നാൽ ഈ മതിലുകളൊക്കെ തകരുമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ആ കരാറ് പാലിക്കാനുള്ളതാണെന്ന് പറഞ്ഞു. വതറഖ്ന, ഞാൻ ഒഴിവാക്കും. ഞാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു. ബഅദഹും, ആ ജനങ്ങളിൽ നിന്നുള്ള ചിലരെ, യൗമൈദിൻ, അന്നേ ദിവസത്തിൽ, യമൂജു, തിരമാലകൾ അടിക്കുന്നത് പോലെ തിങ്ങി വിങ്ങുന്നതായിട്ട്, ഫി ബഅദിൻ, മറ്റു ചിലരിൽ. ജനങ്ങൾ ഒന്നായിട്ട് ആ മഹ്ശറ ഭൂമിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് കൂടിയതായ സമയത്ത് പരസ്പരം തിക്കും തിരക്കും നടക്കുകയാണ്. കടലിലെ തിരമാലകൾ അലയടിക്കുന്നത് പോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നഫ്സി നഫ്സിയുടെ ദിവസമല്ലേ, യമൂജു ഫീ ബഅദിൻ വനുഫിഖ ഫിസ്സൂരി, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടു. ആ ഊതപ്പെട്ടാൽ പിന്നീട് നടക്കുന്നത് ഫജമഅനാഹും, ആ ജനങ്ങളെ മുഴുവൻ നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ജംഅൻ, ഒരു മഹത്തായ ഒരുമിച്ച് കൂട്ടൽ. ഒരു മനുഷ്യനും ഒരു ജീവജാലത്തിനും ഒഴിവാകാൻ കഴിയാത്ത രൂപത്തിൽ മുഴുവനെയും ആ മഹ്ശറ ലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നിലക്ക് ആ സൂറെന്ന കാഹളത്തിൽ അന്ന് ഊതപ്പെടും. ഇത് സംഭവിക്കുന്ന ദിവസത്തിൽ ഇതിന് ഈ മതിലോ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുതോ ഒരു തടസ്സവുമാവുകയില്ല. വഅറദ്നാ ജഹന്നമ യൗമഇദിൻ ലിൽകാഫിരീന അർളാ. വഅറദ്ന, നാം പ്രകടിപ്പിക്കും, ജഹന്നമിനെ നാം വെളിവാക്കും, യൗമഇദിൻ, അന്നേ ദിവസത്തിൽ, ലിൽ കാഫിരീന, അവിശ്വാസികളിലേക്ക് വെളിവാക്കും, അർളൻ, ഒരു മഹത്തരമായ വെളിവാക്കൽ.
ഒരുത്തനും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ, ഒരുത്തനും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ആ നരകത്തെ അള്ളാഹു വെളിവാക്കിയിരിക്കുന്നു. ഇതുവരെ ഇതിനെ നിഷേധിച്ചവരും ഇതിനെ പരിഹസിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നേരം അതിലേക്ക് വെളിവാകലല്ലാതെ, പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കലല്ലാതെ മറ്റ് യാതൊരു നിർവാഹവുമില്ല. ആ നിലക്ക് നരകത്തിന് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ദിവസമാകുന്നു ആ ദിവസം. ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ ഈ ശിക്ഷയിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് സാധ്യമല്ല. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ പണി കഴിപ്പിക്കപ്പെട്ടതായ മതിലിനോ അതുപോലുള്ളതിനോ യാതൊരു നിലക്കും സാധ്യമല്ല. الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا. ആ അവിശ്വാസികളിലേക്ക് നരകത്തെ അള്ളാഹു വെളിവാക്കി എന്ന് പറഞ്ഞല്ലോ. വെളിവാക്കുക തന്നെ ചെയ്യും. ആ അവിശ്വാസികളെ പറ്റി കേൾക്കണോ? അല്ലദീന കാലത്ത് ആയുനുഹും ഫീ ഗിത്വാഇൻ, ഒരു കാലത്ത് അവരുടെ കണ്ണുകളൊക്കെ മൂടിയുടെ ഉള്ളിലായിരുന്നു. ആ ദിക്രി, എന്റെ ഖുർആനിനെ തൊട്ട്, എന്റെ ഉപദേശം കേൾക്കാനോ അതിലേക്കൊന്ന് ശ്രദ്ധിക്കാനോ ഒന്ന് നോക്കാനോ അവർ തയ്യാറുണ്ടായിരുന്നില്ല. അവരുടെ കണ്ണ് അടക്കുന്നവരായിരുന്നു, കണ്ണ് മൂടിക്കുള്ളിലായിരുന്നു. ഒരിക്കലും തന്നെ ഈ സത്യത്തിലേക്ക്, അവരോട് പറയപ്പെടുന്ന ഈ ഉപദേശ നിർദ്ദേശത്തിലേക്ക്, ഈ ഖുർആനിന്റെ വചനത്തിലേക്ക് അവർ ഒന്ന് നോക്കുക പോലും ചെയ്തിരുന്നില്ല. വക്കാനു, അവരായിരുന്നു ലാ യസ്തതിഊന സമഅ, ഇത് കേൾക്കാൻ കഴിയാത്തവരായിരുന്നു. അസ്വസ്ഥത, ഖുർആന് കേൾക്കുന്നത് സഹിക്കാൻ കഴിയാത്തൊരു രോഗം അവർക്കുണ്ടായിരുന്നു. ആ നിലക്ക് ഖുർആനിനോട് അവഗണന കാണിച്ച വിഭാഗമാണ് അവര്. അവരെയാണ് ഇപ്പോൾ നരകത്തിന്റെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. അഫഹസിബല്ലദീന കഫറൂ അൻ യത്തഖിദൂ ഇബാദി മിൻ ദൂനി ഔലിയാ ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുലാ. അഫഹസിബല്ലദീന കഫറൂ, അതല്ല അവിശ്വസിച്ചതാ വിഭാഗം മനസ്സിലാക്കുന്നുവോ? ആ യത്തഖിദൂ ഇബാദി, എന്റെ അടിമകളെ അവർക്ക് ആക്കണമെന്ന്, മിൻ ദൂനി, എന്നെ ഒഴിവാക്കിയിട്ട്, ഔലിയ, അവരുടെ ആരാധ്യരാക്കണമെന്ന് അവർ ആലോചിക്കുന്നുവോ, അവരങ്ങനെ മനസ്സിലാക്കുന്നുവോ? ഒരിക്കലും അത് പാടുള്ളതല്ല. ഇബാദത്ത് എനിക്കല്ലാതെ, അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമാണ് ഇലാഹുള്ളത്. അബ്ദുകൾക്ക്, അടിമകൾക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ശരിയല്ല. അഫ ഹസിബല്ലദീന കഫറു, അവിശ്വസിച്ചതാ വിഭാഗം മനസ്സിലാക്കുന്നുവോ? ആ യത്തഖിദു ഇബാദി, എന്റെ അടിമകളെ അവർ ആക്കാമെന്ന്, മിൻ ദൂനി, എന്നെ ഒഴിവാക്കിയിട്ട്, ഔലിയ, അവരുടെ കൈകാര്യകർത്താക്കൾ, സഹായികളല്ല, സഹായികളായിട്ട് പലരുമുണ്ട്. ഇന്ന, തീർച്ചയായും ഞാൻ, അഅ്തദ്നാ ജഹന്നമ, ജഹന്നമിനെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു, ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക്, നുസുലൻ, വിരുന്നായിട്ട്, അവരെ വിരുന്ന് സൽക്കരിക്കാനുള്ളത് ജഹന്നമാകുന്നു. ഇത് ആ അവിശ്വാസികൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ. അതുകൊണ്ട് ഞാനല്ലാത്തവർക്ക് ആർക്കും ഇബാദത്ത് ചെയ്യരുത്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ഖുൽ, നബിയെ തങ്ങൾ പറയൂ, ഖുൽ, നബിയെ തങ്ങൾ പറയൂ, ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് ഒരു ഉണർത്തൽ നടത്തട്ടെയോ, ബിൽ അഖ്സരീന, ഏറ്റവും നഷ്ടപ്പെട്ടവരാര് എന്നതുകൊണ്ട്. അഅമാലൻ, അമലുകളാൽ ഏറ്റവും പിഴച്ചവർ, ഏറ്റവും നഷ്ടപ്പെട്ടവരാരെന്ന് നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരട്ടെ. അത് അല്ലദീന വല്ല സായുഹും, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പിഴച്ചിരിക്കുന്നു, ഫിൽ ഹയാത്ത് ദുനിയ, ഇഹലോക ജീവിതത്തിൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ അവർ ചെയ്ത അമലുകളൊക്കെ, പ്രവർത്തനങ്ങളൊക്കെ വഴിതെറ്റിയതായ അമലായിരുന്നു. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട വിഭാഗം ആരെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? വഹും, അവരാണെങ്കിലോ, യഹ്സബൂന, അവർ മനസ്സിലാക്കുന്നു, യുഹ്സിനൂന, അവർ ചെയ്യുന്നുവെന്ന്, നല്ല പ്രവൃത്തിയാണ് അവർ, യുഹ്സിനൂന സുൻഅൻ, അവരുടെ പ്രവർത്തനങ്ങളെ അവർ നന്നാക്കുന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത്.
ഇങ്ങനെയുള്ള വിഭാഗമാകുന്നു നഷ്ടപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും നഷ്ടപ്പെട്ടവര്. അമലുകളാൽ ഏറ്റവും നഷ്ടപ്പെട്ടവര് ആരെന്നറിയുമോ? അത് ഇഹലോക ജീവിതത്തിൽ എല്ലാവിധ പ്രവർത്തനങ്ങളും വഴിതെറ്റിയ രൂപത്തിലാണ്. അവരാണെങ്കിലോ അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു നല്ല കാര്യം ചെയ്യുന്നു എന്നാണ് അവർ ധരിക്കുന്നത്. ഇങ്ങനെയുള്ള വിഭാഗമാകുന്നു പ്രവർത്തനം കൊണ്ട് ഏറ്റവും മോശമായി വരും. ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. ഉലൈക അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് തെറ്റ്, എന്നിട്ടോ ആ തെറ്റിനെ പറ്റി നല്ലത് ചെയ്യുന്നു എന്ന് ധരിക്കുന്നു. അങ്ങനെയുള്ള വിഭാഗം. അല്ലദീന കഫറു അവിശ്വസിച്ച വിഭാഗമാകുന്നു ബി ആയാത്തി റബ്ബിഹിം അവരുടെ റബ്ബിന്റെ ആയാത്തുകളെ കൊണ്ട്, അള്ളാഹുവിന്റെ ആയത്തുകളെ കൊണ്ട്, ഖുർആന് കൊണ്ട് അവിശ്വസിച്ചവരാകുന്നു. മാത്രമല്ല വലിഖാഇഹി പടച്ചവനെ കണ്ടുമുട്ടണം എന്നതിനെയും നിഷേധിച്ചവരാകുന്നു. ഫഹബിതത് അഅമാലുഹും അവരുടെ അമലുകൾ സർവം പൊളിഞ്ഞിരിക്കുന്നു. കാരണം വിശ്വാസം ഈ നിലക്കാണ്. അള്ളാഹുവെ കണ്ടുമുട്ടണം എന്ന ഒരു വിശ്വാസം അവർക്കില്ല. അള്ളാഹുവിന്റെ ആയത്തുകളൊക്കെ തള്ളിക്കളയുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ മേൽ പടുത്തുയർത്തിയ അമലുകളൊക്കെ ഫഹബിതത് അഅമാലുഹും, അനന്തരം അവരുടെ സർവ്വ അമലുകളും പൊളിഞ്ഞിരിക്കുന്നു. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവർക്ക് നാം നിർത്തുകയില്ല വസനൻ, ഒരു ചെറിയ തൂക്കത്തെ പോലും, നന്മയുടെ ചെറിയൊരു തൂക്കം പോലും അവർക്കുണ്ടാവുകയില്ല. ആകയാൽ ഖിയാമത്ത് നാളിലെ ഏറ്റവും നഷ്ടപ്പെട്ടവര് ഇവരാകുന്നു. ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. ذلك മേൽ പറയപ്പെട്ടത് ജസാഉഹും അവർക്കുള്ള പ്രതിഫലം ജഹന്നമു ജഹന്നമാകുന്നു. ഈ പറയപ്പെട്ട രൂപത്തിൽ അള്ളാഹുവിന്റെ ആയാത്തുകളെ കൊണ്ട് അവിശ്വസിക്കുകയും ഖിയാമത്ത് നാളിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതിനെ തള്ളിക്കളയുകയും ചെയ്തത് ആ വിഭാഗം അവരാണ് അവിശ്വാസികൾ. ആ അവിശ്വാസം കാരണം കൊണ്ട് അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അത് ജഹന്നമാകുന്നു. വത്തഹദു മാത്രമല്ല അവരാക്കിയിരിക്കുന്നു ആയാത്തി, എന്റെ ആയത്തുകളെ, ഖുർആനിന്റെ ആയത്തുകളെ, റുസുലി അതുമായിട്ട് വന്ന മുർസലുകളെയും ഹുസുവെന്ന ഒരു പരിഹാസ വസ്തുക്കളാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട രൂപത്തിലെ ഏറ്റവും മോശമായ ശിക്ഷ അവർക്ക് നൽകപ്പെടുന്നത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഖുർആനിന്റെ ശൈലിയാണ് നരകത്തെ പറ്റി പറഞ്ഞാൽ സ്വർഗത്തെ പറ്റിയും പറയും, വിശ്വാസികളെ പറ്റി പറഞ്ഞാൽ അവിശ്വാസികളെ പറ്റി പറയും. ഇപ്പോൾ അവിശ്വാസികളെ പറ്റിയാണ് പറഞ്ഞത്, അതനുസരിച്ച് ഇനി പറയേണ്ടത് വിശ്വാസികളെ പറ്റിയാണ്. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചതായ വിഭാഗം, മാത്രമല്ല അമിലു അവർ പ്രവർത്തിച്ചിരിക്കുന്നു, സ്വാലിഹാത്തി നല്ല കാര്യങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തു, അങ്ങനെയുള്ള വിഭാഗം, കാനത്ത് ലഹും അവർക്ക് ജന്നാത്തുൽ ഫിർദൗസി, ഫിർദൗസിലെ തോട്ടങ്ങളായിരിക്കുന്നു, നുസുലൻ അവരുടെ വിരുന്ന് സൽക്കാരമായിരിക്കുന്നു. അവർക്ക് അള്ളാഹു വിരുന്ന് സൽക്കരിക്കും. അത് സ്വർഗത്തിലെ ഏറ്റവും വിശാലമായ ഏറ്റവും ഉന്നതമായ സ്ഥലമാണ് ഫിർദൗസ്. ആ ഫിർദൗസിലെ തോട്ടങ്ങളിലാണ് അവർക്ക് വിരുന്ന് സൽക്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ഖാലിദീന അവർ എക്കാലത്തും താമസിക്കുന്നവരായ സ്ഥിതിയിൽ ഫീഹ ആ പറയപ്പെട്ട സ്വർഗത്തിൽ. ആ സ്വർഗത്തിലേക്ക് കടന്നാൽ പിന്നീട് പുറത്തേക്ക് കടക്കലോ ഈ സുഖം അവസാനിക്കലോ ഇത് എന്തെങ്കിലും മുറിഞ്ഞു പോകലോ ഇതൊന്നുമില്ല. ശാശ്വതമായ അവസാനിക്കാത്ത സുഖമാകുന്നു. ലാ യബ്ഗൂന അൻഹ, അതിനെ തൊട്ടവർ തേടുകയില്ല, ഹിവലൻ ഒരു തെറ്റലിനെ. ഇതൊന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഈ സന്തോഷം എന്നും തുടരണമെന്ന് ആഗ്രഹിക്കും, അത് എന്നെന്നും തുടരുകയും ചെയ്യും. അതാണ് ഖാലിദീൻ. ഇതാണ് സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നതായ പ്രതിഫലം. ഫിർദൗസ് ആകുന്നു, ഫിർദൗസിന്റെ അനുഗ്രഹങ്ങളാകുന്നു. അതാണെങ്കിലോ ഒരു കാലത്തും അവസാനിക്കാത്തതും അതൊന്ന് നീങ്ങിക്കിട്ടണമെന്ന് പൂതിവെക്കപ്പെടാത്തതുമാകുന്നു. قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. ജൂതന്മാര് വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു,
ഞങ്ങളുടെ തൗറാത്തിൽ നിരവധി വിവരങ്ങളുണ്ട്. ഒരുപാട് വിജ്ഞാനങ്ങൾ ഞങ്ങളുടെ തൗറാത്തിലുണ്ട്. നീയല്ലേ പലപ്പോഴും പറയാറുള്ളത് വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല എന്ന്, നിങ്ങൾക്ക് വളരെ കുറച്ച് അറിവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന്. എന്നാൽ കുറച്ചല്ല, ഒരുപാട് ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ തൗറാത്തിൽ ഒരുപാട് വിജ്ഞാനങ്ങളുണ്ട്. അത് പറഞ്ഞപ്പോൾ ഇറങ്ങിയ ആയത്താണ് കുൽ നബിയെ തങ്ങൾ പറയൂ, ലൗകാനൽ ബഹ്റു, ഈ സമുദ്രങ്ങളെല്ലാം ആവുകയാണെങ്കിൽ, മിദാദൻ, അത് മഷിയാവുകയാണെങ്കിൽ, ലി കെലിമാത്തി റബ്ബി, എന്റെ റബ്ബിന്റെ കെലിമാത്തുകളെ വിശദീകരിക്കാനുള്ള മഷിയാവുകയാണെങ്കിൽ, നഫിദൽ ബഹ്റു, ഈ സമുദ്രത്തിലെ വെള്ളമൊക്കെ തീർന്നു പോകും, ഖബല അൻ തൻഫദ കെലിമാത്തു റബ്ബി, എന്റെ റബ്ബിന്റെ വാക്യങ്ങളുടെ വിശദീകരണം തീരുന്നതിന്റെ മുമ്പ്. അപ്പോ ഈ ഖുർആനിന്റെ വിശദീകരണം എഴുതി തീർക്കാൻ ലോകത്തുള്ള സമുദ്രങ്ങളൊക്കെ മഷിയായി തീർന്നാൽ സാധ്യമല്ല. ഈ കെലിമാത്തുകളുടെ വിശദീകരണം തീരുന്നതിന്റെ മുമ്പ് മഷിയൊക്കെ തീർന്നു പോകും എന്ന് മാത്രമല്ല, വലൗ ജിഇനാബി മിസ്ലിഹി, ഈ കാണപ്പെടുന്ന ബഹ്റു പോലെ നാം കൊണ്ടുവന്നാലും ശരി, മദദൻ, മഷിയെ കൊണ്ടുവന്നാലും ശരി, ഈ മഷിക്ക് പുറമെ വീണ്ടും ഇത്രത്തോളം പിന്നെയും ഉണ്ടാക്കി, എന്നാലും ശരി ഈ ഖുർആനിന്റെ വിശദീകരണം അവസാനിക്കുകയില്ല. അത്ര കൂടുതൽ ഇൽമ് ഈ ഖുർആനിലുണ്ട്. അപ്പോ തൗറാത്തിലുള്ളത് പറഞ്ഞിട്ട് ഞങ്ങളോട് പിപ്പിടി കാണിക്കണ്ട, അതിനേക്കാൾ കൂടുതലുണ്ട്. അതൊന്നല്ല വിഷയം. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇൽമിലേക്ക് ചേർത്താൽ ഈ നൽകപ്പെട്ട ഇൽമൊക്കെ വളരെ കുറവാകും. അതിന് യാതൊരു മാറ്റവുമില്ല. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഖുൽ നബിയെ തങ്ങൾ പറയൂ, ഇന്നമാ അന, തീർച്ചയായും ഞാൻ ബശറുൻ, മനുഷ്യൻ തന്നെയാകുന്നു. മിസ്ലുക്കും, നിങ്ങളൊക്കെ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യൻ തന്നെയാകുന്നു. നിങ്ങളെപ്പോലത്തെ മനുഷ്യരല്ല ഞാൻ, നിങ്ങൾ സാധാരണ മനുഷ്യർ. ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വഹി ലഭിച്ച അമ്പിയാക്കളിൽ നിന്ന് മുർസലായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട, മുർസലുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട, ഉലുൽ അസ്മിൽ ഉൾപ്പെട്ടു എന്ന് മാത്രമല്ല, അതിലെ ഏറ്റവും ഉന്നതനാകുന്നു. അതിലൊന്നും തർക്കമില്ല. അപ്പൊ നിങ്ങളെപ്പോലത്തെ മനുഷ്യരല്ല, നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യനാകുന്നു. ഞാൻ മലക്കോ അല്ലാത്തതോ ഒന്നുമല്ല. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു, അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് ഏക ഇലാഹിനാകുന്നു. നിങ്ങളുടെ ഇലാഹ്, ആരാധിക്കപ്പെടുന്നവൻ ഇലാഹും വാഹിദുൻ, ഏകനായ ഇലാഹാണെന്ന് എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നുണ്ട്. ഇത് നിങ്ങളിലേക്ക് വഹി അറിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഈ വിവരം കിട്ടിയത്, എനിക്ക് കിട്ടിയത് ഞാൻ എത്തിച്ചു തന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏവരും ഫൽയഅമൽ, അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ, അമലൻ സ്വാലിഹൻ, നല്ല അമലിനെ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ ഇബാദത്തിനോട് അവൻ പങ്കു ചേർക്കരുത്. അഹദൻ, മറ്റാരെയും പങ്കു ചേർക്കരുത്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്ത മറ്റാർക്കും ചെയ്യാൻ പാടില്ല. ഇബാദത്തിന് അർഹൻ പടച്ചവൻ മാത്രം. പടപ്പുകൾക്ക് സമർപ്പിക്കാവതല്ല ഇബാദത്ത്. അതിൽ പങ്കുചേർക്കൽ ശിർക്ക് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യമാകുന്നു. അതാരും ചെയ്യരുത്. അതല്ലാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹു പുറത്തുനിന്ന് വരും. ശിർക്കിന് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. ശിർക്കെന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ പങ്കുകാരെ ചേർക്കൽ. ഈ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമുള്ളതല്ല, അല്ലാത്തതിനും അർഹതപ്പെട്ടതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന അമലിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അത് അള്ളാഹു അല്ലാത്ത ആർക്കും ചെയ്യാൻ പാടില്ല. അർഹമുറാഹിമായ അള്ളാഹു അവന്റെ കൽപ്പനക്ക് വിധേയരായിക്കൊണ്ട് ജീവിക്കാനോ അവന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. നാം ഓതി വെച്ചത് സൂറത്തുൽ കഹ്ഫാണ്. മനുഷ്യ ജീവിതം സൂറത്തുൽ കഹ്ഫുമായിട്ട് വളരെയേറെ ബന്ധപ്പെടണമെന്നാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമുള്ളത്. എല്ലാ ആഴ്ചയിലും അത് ഓതിയിരിക്കണം. വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകമായ സുന്നത്തിലെ വളരെ ആദരവുള്ള കാര്യങ്ങളിൽ സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം കാണാം.
എല്ലാ ഫിഖഹിന്റെ കിതാബുകളിലും അതിന്റെ മത്തിനായിട്ടാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫ് ഓതണം എന്നുള്ളത്. അതിലെ മഹത്തായ കാര്യങ്ങൾ ഇസ്ലാമിന്റെ കെട്ടുറപ്പിന് വേണ്ടി, ആ വിശ്വാസം ഒരിക്കലും മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ യുവാക്കൾ അനുഭവിച്ച കഷ്ടപ്പാടും അവർക്കെതിരിൽ വാളുവങ്ങിയവരുടെ പരാജയവും, അതിനുശേഷം വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഭണ്ഡാരമായിരുന്ന മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ച ചില കാര്യങ്ങളും, എത്ര വലിയ ഉന്നതനായ പണ്ഡിതനാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ടെന്ന സൂചനയും, അതിനുശേഷം ദുൽഖർനൈനി എന്നവരുടെ ചരിത്രവും അവർ ലോകത്ത് നടത്തിയ വളരെ വലിയ യാത്രകളും ആ യാത്രയുടെ അനന്തരഫലങ്ങളും ഇതൊക്കെ ബോധ്യപ്പെടുത്തി. ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുകയും ഇത്തരം മഹാന്മാരുമായിട്ട് ജീവിതത്തെ ബന്ധിപ്പിക്കുകയും അങ്ങനെ രക്ഷപ്പെടുകയും വേണം. എന്ന് മാത്രമല്ല, അവസാന നാളിലെ ഏറ്റവും വലിയ ദുരിതമാണ് മസീഹുദ് ദജ്ജാലിനെ കൊണ്ടുണ്ടാവുന്നത്. എല്ലാ അമ്പിയാക്കളും അവരവരുടെ ഉമ്മത്തിനോട് പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ച കാര്യത്തിൽ കാണാം, എല്ലാവരും ദജ്ജാലിനെ തൊട്ട്, മസീഹുദ് ദജ്ജാലിനെ തൊട്ട് അഭയം തേടണമെന്നുള്ള ആ കൽപ്പന. ആദം നബിയും പഠിപ്പിച്ചിട്ടുണ്ട്, ഷീഫ് നബിയും പഠിപ്പിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബിയും പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം മുൻകാലത്ത് കഴിഞ്ഞു പോയവരെങ്കിൽ തന്നെ അവർക്കും ഈ ദുഷ്ടന്റെ ഭാഗത്തു നിന്നുള്ള കഠോരമായ ഉപദ്രവം ഏൽക്കേണ്ടി വരുമെന്നാണ്. അത്രയും കാഠിന്യമേറിയ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കഹ്ഫ് പതിവാക്കണമെന്നാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ദുരിതമടക്കമുള്ള എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കഹ്ഫ് നാം പതിവാക്കുക.